അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. 5ാം ക്ലാസ്സിലെ ലിസാനിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് അടുത്തതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു റിവിഷനായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 4 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒന്നാമത്തെ പാഠം നമുക്കറിയാം, ഒരു ബൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ ആളുകൾ നബി തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പാടിയ ത്വലഅൽ ബദ്റു എന്ന ബൈത്താണ് ഒന്നാമത്തെ പാഠത്തിൽ. അത് നമുക്ക് പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുക. അതിൻ്റെ ഭാഗം 1-2 വരികൾ എല്ലാ പരീക്ഷയ്ക്കും പൂരിപ്പിക്കാനുണ്ടാവലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. ഈ ബൈത്ത് എല്ലാവരും കാണാതെ പഠിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന് താഴെയുള്ള ഭാഗത്ത് അത് നമുക്ക് അർത്ഥം വെച്ച് പഠിക്കണം. മാത്രമല്ല അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കാം. അഹ്ലുൽ മദീനത്തി, മദീനയിലെ ആളുകൾ, കാനു അവരായിരുന്നു, യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. ഹീന യഖ്ദുമുൽ മദീനത്ത, മദീനയിലേക്ക് മുന്നിടുന്ന സമയത്ത്. നബി തങ്ങൾ മദീനയിലേക്ക് മുന്നിടുന്ന അഥവാ വരുന്ന സമയത്ത് നബി തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു മദീനയിലെ ആളുകൾ. വജാഅ, നബി തങ്ങൾ വന്നു, ബിൽ ഹുദ, സന്മാർഗവുമായി വന്നു, മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്ന് സന്മാർഗവും കൊണ്ട് വന്നു. വബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദിരി, പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്, ബൽ എന്നല്ല, അൻവറു മിൻഹു, അതിനേക്കാൾ പ്രശോഭിതമാണ്. വബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തശറഫത്തിൽ മദീനത്തു, മദീന പ്രശോഭിതമായി അല്ലെങ്കിൽ തിളക്കമുള്ളതായി. മദീന നബി തങ്ങളെ കൊണ്ട് അഥവാ നബി തങ്ങൾ കാരണം തിളക്കമുള്ളതായി. ഈ ഭാഗം അർത്ഥം വെച്ച് പഠിക്കുക. അതുപോലെ ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. മൻ കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന, മദീനയിലേക്ക് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണ് സ്വാഗതം ചെയ്തത്? ആരാണ്? അഹ്ലുൽ മദീനത്തി, മദീനയിലെ ആളുകൾ. വബിമാ ജാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് കൊണ്ടുവന്നത്? ജാ ബിൽ ഹുദ മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്നുള്ള സന്മാർഗവുമായി നബി തങ്ങൾ വന്നു. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ ഇവിടെയൊക്കെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദിരി ബൽ അൻവറു മിൻഹു. അത് അറബി തന്നിട്ട് അർത്ഥം എഴുതാൻ, അർത്ഥം തന്നിട്ട് അറബി എഴുതാനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും പഠിക്കുക ഒന്നാമത്തെ പാഠം. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി രണ്ടാമത്തെ പാഠം നോക്കാം. രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മാദിയായ ഫിഅലും മുളാരിയായ ഫിഅലുമാണ്. മാദിയായ ഫിഅലും മുളാരിയായ ഫിഅല് ഇത് രണ്ടും വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ചെയ്തു എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അത് മാദിയായ ഫിഅലാണ്. എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞല്ലോ അല്ലേ. പിന്നെ ചെയ്യുന്നു, ചെയ്യും എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അത് മുളാരിയായ ഫിഅലാണ്. ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇനി പിന്നീട് ചെയ്യും. ഈ അർത്ഥത്തിൽ വരുമ്പോൾ അത് മുളാരിയായ ഫിഅലാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെയ്തു എന്നാണ്, അത് മാദിയായ ഫിഅലാണ്. അടിക്കുന്നു, അടിക്കും, അത് രണ്ടും മുളാരിയായ ഫിഅലാണ്. കാരണം ചെയ്യുന്നു, ചെയ്യുമെന്നാണ്. അതുപോലെ എഴുതി, മാദിയായ ഫിഅൽ, എഴുതുന്നു, എഴുതും, അത് രണ്ടും മുളാരിയായ ഫിഅലാണ്. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ഇൻഷാ അല്ലാഹ് എന്നാൽ നമ്മൾ പാഠത്തിലേക്ക് കിടക്കാം. അദ്ദർസു സാനി, 2ാം പാഠം. യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ഈ പാഠം നമുക്ക് അർത്ഥം പഠിക്കണം, നിർബന്ധമാണ് ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു, മിനൻ നൗമി, ഉറക്കിൽ നിന്ന്, മുബക്കിറൻ നേരത്തെ, ഖബിലൽ ഫജ്രി, ഫജ്റിന് മുമ്പ്, സുബ്ഹിക്ക് മുമ്പ് തന്നെ നേരത്തെ ഉറക്കിൽ നിന്നും ജുനൈദ് ഉണർന്നു. വഖാല, അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും, അവനിലേക്കാണ് മടക്കവും. മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കാണല്ലോ നാം മടങ്ങുന്നത്. വജലസ, അവൻ ഇരുന്നു, അലൽ ഫിറാഷി, വിരിപ്പിൻ്റെ മേൽ ഇരുന്നു, ബുർഹത്തൻ, അല്പസമയം, ഉണർക്കിൽ നിന്ന് എണീറ്റ് അല്പസമയം അവിടെ ഇരുന്ന്, പിന്നെ വഖാമ, അവൻ എഴുന്നേറ്റു നിന്നു. വദഖല, അവൻ പ്രവേശിച്ചു, ഫിൽ ഖലാഇ, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ പ്രവേശിച്ചു. മുഖദ്ദിമൻ, മുന്നിടിച്ചുകൊണ്ട്. എങ്ങനത്തെ നിലക്കാണ്? മുഖദ്ദിമൻ, അവൻ മുന്നിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. റിജിലഹുൽ യുസ്ര, അവൻ്റെ ഇടത് കാലിനെ മുന്നിടിച്ചുകൊണ്ട് അവൻ ടോയ്ലറ്റിൽ, ഖലായിൽ പ്രവേശിച്ചു. വഹുവ, അവൻ യഖൂലു പറയുന്നു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് അവൻ പറയുന്നു. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും നിന്നോട് അള്ളാഹുവെ ഞാൻ കാവൽ ചോദിക്കുന്നു. വഖദാ ഹാജത്തുഹു, അവൻ്റെ ആവശ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിലെ അവൻ്റെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങളൊക്കെ അവൻ പൂർത്തീകരിച്ചു. വഖറജ മിനൽ ഖലാഇ, ഖലായിൽ നിന്ന്, ടോയ്ലറ്റിൽ നിന്ന് അവൻ പുറപ്പെട്ടു. മുഖദ്ദിമൻ, മുന്നിടിച്ചുകൊണ്ട്, റിജിലഹുൽ യുംന, വലത് കാലിനെ മുന്നിടിച്ചുകൊണ്ട്. ആദ്യം വലത് കാലാണ് പുറത്തേക്ക് വെക്കുന്നത്. അങ്ങനെ അവൻ
ടോയ്ലറ്റിൽ നിന്ന് പുറപ്പെട്ടു. വഹുവ അവൻ യദ്കുറുല്ലാഹ അള്ളാഹുവിനെ ഓർക്കുന്നു, അസ്സവജൽ അസീസും ജലാലുമായ അള്ളാഹുവിനെ അവൻ ഓർക്കുന്നു, ദിക്റ് ചൊല്ലുന്നു അള്ളാഹുവിനെ, ബിൽ അദ്കാരി അല്ലതി തഅല്ലമഹ മിനസ് സഫി റാബിഅ ബിൽ അദ്കാർ ദിക്റുകൾ കൊണ്ട്, അല്ലതി എങ്ങനത്തെ ദിക്റാണ്, തഅല്ലമഹ അത് അവൻ പഠിച്ചു, മിനസ് സഫി റാബിഅ 4-ാം ക്ലാസ്സിൽ നിന്ന്, 4-ാം ക്ലാസ്സിൽ നിന്ന് അവൻ പഠിച്ച ദിക്റുകൾ കൊണ്ട് അവൻ അള്ളാഹുവിനെ ദിക്റ് ചൊല്ലിക്കൊണ്ടെന്തായി, വലത് കാല് മുന്നിടിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിക്റ് ചൊല്ലുക. അങ്ങനെയാണല്ലോ, ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിക്റും ചൊല്ലാൻ പാടില്ല. അപ്പോൾ ഈ ഭാഗം ഇൻഷാ അല്ലാഹ് അർത്ഥം വെച്ച് പഠിക്കുക. ലിസാനുൽ ഖുർആൻ ആകുമ്പോൾ ഏറ്റവും മാർക്കുള്ള ചോദ്യം അർത്ഥം തന്നിട്ട് അറബി എഴുതാനും അറബി തന്നിട്ട് അർത്ഥം എഴുതാനും ആയിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കാം. തദക്കർനി ഓർക്ക്. ഈ പാഠഭാഗത്ത് വന്ന ഫിഅലുകളെല്ലാം ഇവിടെ ഒന്നുകൂടി തന്നിട്ടുണ്ട്. യഖില, ഖാല, അഹ്യ, അമാത, ജലസ, ഖാമ, ദഖല, ഖള, ഖറജ, തഅല്ലമ. ഹാദിഹി ഇവകളെല്ലാം അഫ്ആലുൻ മാദിയത്തുൻ മാദിയായ ഫിഅലുകളാണ്. യഖൂലു, യദ്കുറു ഇതൊക്കെയോ അഫ്ആലുൻ മുലാരിയാത്തുൻ മുലാരിയായ ഫിഅലുകളാണ്. ഇവിടെ പാഠഭാഗത്ത് നമുക്കറിയാം റെഡ് കളറിൽ കൊടുത്ത യഖില, പിന്നെ ഖാല, അഹ്യ, അഹ്യാനി എന്നുള്ളത് ഫുള്ളായിട്ടുണ്ടാവില്ല. അഹ്യാനി എന്നാൽ എന്നെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചു എന്നതാണല്ലോ അവിടുത്തെ പ്രവൃത്തി, അതിൻ്റെ അറബി അഹ്യ എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അമാത്ത മരിപ്പിച്ചു, ജലസ ഇരുന്നു, ഖാമ നിന്നു. ഈ ഫിഅലുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം. യഖില ഉണർന്ന് കഴിഞ്ഞാലല്ലേ നമ്മൾ ഉണർന്നു എന്ന് പറയാം. അതുപോലെ കാല പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയാം അല്ലേ. അഹ്യ ജീവിപ്പിച്ചു, അമാത മരിപ്പിച്ചു, ജലസ ഇരുന്നു, കാമ നിന്നു, ദഖല പ്രവേശിച്ചു, ഖള ആവശ്യം പൂർത്തീകരിച്ചു, ഖറജ പുറപ്പെട്ടു, തഅല്ലമ പഠിച്ചു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ. ചെയ്തു എന്നർത്ഥമാണ് വരുന്നത്. എന്നാൽ ഇവിടെ മുദാരിയായ ഫീൽ 2 ഉള്ളൂ. ഒന്നെന്താണ്, യഖൂലു പറയുന്നു, യദ്കുറു ദിക്റ് ചൊല്ലുന്നു അല്ലെങ്കിൽ സ്മരിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു എന്നർത്ഥമാണ് വന്നത് അല്ലേ. അപ്പോൾ ഈ അർത്ഥമാണ് അതിലുണ്ടാവുന്ന മാറ്റം. മാദിയായ ഫിഅലിലും മുദാരിയായ ഫിഅലിലും ഉണ്ടാവുന്ന മാറ്റം ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കാം. നഖ്റഉ വനഫ്ഹമുൽ അഫ്ആല. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം, അൽ അഫ്ആല ഫിഅലുകളെ മനസ്സിലാക്കാം. അൽ മാദി അൽ മുദാരിഉ ഈ മാദിയായ ഫിഅലിൻ്റെ തന്നെ മുദാരിയായ ഫിഅലാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇൻഷാ അല്ലാഹ് നമുക്കിത് നോക്കാം. ഖറഅ എന്താ അർത്ഥം, വായിച്ചു അല്ലെങ്കിൽ ഓതി, ഈ 2 അർത്ഥമുണ്ട്. അപ്പോൾ യഖ്റഉവിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഓതുന്നു ഓതും അല്ലേ, ഈ 2 അർത്ഥം ഉണ്ടാവും. അല്ലെങ്കിൽ വായിക്കുന്നു വായിക്കും. ജലസ ഇരുന്നു, അപ്പോൾ യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും. അബദ ആരാധിച്ചു, അല്ലാഹുവിനെ ആരാധിക്കൂലേ, അതാണ് അബദ ആരാധിച്ചു. യഅ്ബുദു ആരാധിക്കുന്നു ആരാധിക്കും. അമാത മരിപ്പിച്ചു, യുമീതു മരിപ്പിക്കുന്നു മരിപ്പിക്കും. അഹ്യ ജീവിപ്പിച്ചു, യുഹി ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കും. തഅല്ലമ പഠിച്ചു, യതഅല്ലമു പഠിക്കുന്നു പഠിക്കും. ഷറഫ തിളക്കമുള്ളതാക്കി, യുഷരിഫു തിളക്കമുള്ളതാക്കുന്നു തിളക്കമുള്ളതാക്കും. ത്വലഅ ഉദിച്ചു, യതുലു ഉദിക്കുന്നു ഉദിക്കും. വജബ നിർബന്ധമായി, യജിബു നിർബന്ധമാകുന്നു നിർബന്ധമാകും. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു പറയും. ജാഅ വന്നു, യജീഉ വരുന്നു വരും. ആദ കാവൽ തേടി, യഊദു കാവൽ തേടുന്നു കാവൽ തേടും. ഖള ആവശ്യം പൂർത്തീകരിച്ചു, യഖ്ളി ആവശ്യം പൂർത്തീകരിക്കുന്നു ആവശ്യം പൂർത്തീകരിക്കും. ഖറജ പുറപ്പെട്ടു, യഖ്റുജു പുറപ്പെടുന്നു പുറപ്പെടും. ഇൻഷാ അല്ലാഹ് ഈ ഫിഅലുകളുടെ ഒക്കെ മാദിയും മുദാരിയും പഠിക്കണം. ഒരു ഫിഅലിൻ്റെ മാദി കിട്ടിയാൽ അതിൻ്റെ മുദാരി എങ്ങനെയാണുള്ളത് കണ്ടെത്താൻ ഒരു പ്രത്യേക ഐഡിയ ഒന്നുമില്ല. ആ മാദിയിലുള്ള അക്ഷരങ്ങളൊക്കെ മുദാരിയിൽ ഉണ്ടാകും. അതിന് പുറമെ തുടക്കത്തിൽ ഒരു യാ ഉണ്ടാവും അല്ലേ. യാ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. നമ്മളിങ്ങനെ 5-ാം ക്ലാസ്സിൽ സർഫാക്കി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ യാ മാറിയിട്ട് താ ആകാം, അലിഫാകാം, നൂനാവാം അല്ലേ. ഇങ്ങനെ യാ താ അലിഫ് നൂന് ഇതേതക്ഷരവും മുദാരിൻ്റെ തുടക്കത്തിൽ വരാം. ഇതേതെങ്കിലും ഒരു അക്ഷരം തുടക്കത്തിൽ കൂട്ടി കൊടുക്കുക, ബാക്കി പിന്നെ ആ മാദിയിലുള്ള അക്ഷരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഖറഅൻ്റെത് കണ്ടോ, യഖ്റഉ എന്നാണ്. എന്നാൽ ജലസ എന്നതിൻ്റെ യജിലിസു എന്നാണ്. 2ാമത്തെ അക്ഷരമായ റാ അതിനിവിടെ ഫത്ഹാണ്. ഇവിടെ 2ാമത്തെ അക്ഷരമായ ലാം അതിനിവിടെ കസ്റായി. ഇവിടെ കണ്ടോ അബദ, ഇവിടെ ബാന് ഫത്ഹ്, ഇവിടേക്ക് വന്നപ്പോൾ ലമ്മായി. അപ്പോൾ ഈ രീതിയിലൊക്കെ മുളാരിയിൽ വരുമ്പോൾ അവിടെ ഫത്ഹ് വരുമോ കസ്ർ വരുമോ ലമ്മ് വരുമോ ഒക്കെ പല രീതിയിൽ മുളാരി ഉണ്ടാവാം. അപ്പോൾ ഓരോ ഫിഅലിൻ്റെ മുളാരി നമ്മൾ പഠിക്കുക. ഖറാൻ്റെത് യഖ്റഉ എന്നാണ്, ജലസൻ്റെത് യജിലിസു എന്നാണ്. അങ്ങനെ പഠിക്കുക തന്നെ വേണം ഇൻഷാ അല്ലാഹ്. നഖ്റഉ വനഫ്ഹമു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. ദഹബ ഹമീദുൻ ഇലൽ മദ്രസ. ദഹബ പോയി, ഹമീദുൻ ഹമീദ് പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോയി. ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു. ഫിൽ മദീനത്തി മദീനയിൽ 10 സിനീന 10 വർഷം. ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. ബിഇറ സംസമ സംസം കിണറിനെ ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. ഇഷ്തറ വാങ്ങി, അബി എൻ്റെ പിതാവ് വാങ്ങി, മിന്ദീലൻ
ടവല് വാങ്ങി. അദ്ദന ബാങ്ക് കൊടുത്തു, അൽ മുഅദ്ദിനു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന് ബാങ്ക് കൊടുത്തു, ലി സ്വലാത്തിൽ ഫജിരി സുബഹി നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു. യദ്ഹബു അബി, യദ്ഹബു പോകും, അബി എൻ്റെ പിതാവ് പോകും, ഇല സൂഖി അങ്ങാടിയിലേക്ക്, അല്ലെങ്കിൽ പോകുന്നു എന്നർത്ഥം ആവാം. യൽബസു ധരിക്കുന്നു, അല്ലെങ്കിൽ ധരിക്കും, ഏതർത്ഥവും കൊടുക്കാം. യൽബസു നൗഫലുൻ നൗഫൽ ധരിക്കുന്നു, ബിദ്ലതൻ റസ്മിയത്തൻ യൂണിഫോം ധരിക്കുന്നു. യുസല്ലിമു സലാം പറയുന്നു, അൽ ഉസ്താദു ഉസ്താദ് സലാം പറയുന്നു, അലൽ ഔലാദി കുട്ടികളുടെ മേൽ. അൽ അബു പിതാവ്, യർഹമു കരുണ ചെയ്യും, സ്നേഹം കാണിക്കും, അൽ ഔലാദ മക്കളോട് സ്നേഹം കാണിക്കും. ഇവിടെ വന്ന ഫീലുകൾ നമുക്കൊന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കാം. ദഹബ പോയി, മാലിയ ഫീൽ അല്ലേ, അതിൻ്റെ മുലാരിയ യദ്ഹബു പോകും എന്നുള്ള ഇവിടെ വന്നതാണ്. ആയിഷ ജീവിച്ചു, അതിൻ്റെ മുലാരി യഈഷു എന്ന വരിക. ഹഫറ കുഴിച്ചു, യഹ്ഫുറു എന്നാണ് അതിൻ്റെ മുലാരി ഉണ്ടാവുക. ഇഷ്തറ വാങ്ങി, യഷ്തരി വാങ്ങുന്നു വാങ്ങും, അങ്ങനെ ഉണ്ടാവും. അദ്ദന ബാങ്ക് കൊടുത്തു, യുഅദ്ദിനു ബാങ്ക് കൊടുക്കുന്നു ബാങ്ക് കൊടുക്കും. ലബിസ എന്നാണ് ഇതിൻ്റെ മാദി ഉണ്ടാവുക, ധരിച്ചു, യൽബസു ധരിക്കുന്നു ധരിക്കും. സല്ലമ സലാം പറഞ്ഞു, യുസല്ലിമു സലാം പറയുന്നു സലാം പറയും. റഹിമ കരുണ ചെയ്തു, യർഹമു കരുണ ചെയ്യുന്നു കരുണ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാദിയ ഫീലിൻ്റെയും മുലാരിയ ഫീലിൻ്റെയും മാറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് കിട്ടിയ മാദിയ ഫീലിൻ്റെയും മുലാരിയ ഫീലിൻ്റെയൊക്കെ പാഠഭാഗത്ത് വന്ന അതൊക്കെ ഓരോന്നിൻ്റെയും മാദിൻ്റെയും മുലാരി എന്താണെന്നും മുലാരീൻ്റെ മാദി എന്താണെന്നും നമുക്കറിയണം, അത് പഠിക്കുക. പിന്നെ ഇതൊക്കെ അർത്ഥം വെച്ച് പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇതിലേതും നമുക്ക് പൂരിപ്പിക്കാനായിരിക്കാം വരിക, ചിലപ്പോൾ അറബി തന്നിട്ട് അർത്ഥം എഴുതാനായിരിക്കും വരിക, ചിലപ്പോൾ അർത്ഥം തന്നിട്ട് അറബി എഴുതാനായിരിക്കും വരിക. ഏത് വന്നാലും നമുക്ക് എഴുതാൻ കഴിയണം ഇൻഷാ അല്ലാഹ്, എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. അദ്ദർസു സാലിസു മൂന്നാം പാഠം. എന്താണ് ഈ മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്? നമ്മളിപ്പോൾ മാദിയ ഫിയലും മുലാരിയ ഫിയലും പഠിച്ചില്ലേ, എന്നാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച ഫിയലുണ്ടല്ലോ, ഇപ്പോൾ ഖറഅ, ജലസ, അബദ, മാത, അഹ്യ, തഅല്ലമ, ശറഫല, ഇതിൻ്റെയൊക്കെ മുലാരിയും ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ്? അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യുന്നു ചെയ്യും എന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു ചെയ്യും, ഈ അർത്ഥം തന്നെയാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ ഓതി എന്ന് തന്നെയാണ്, യഖ്റഉ ഓതും എന്ന് തന്നെയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാറ്റമുണ്ട്. ഇപ്പോൾ ഒരാളാണ് ഓതുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രവൃത്തി അതുതന്നെയാണ്, പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ മാറുമ്പോൾ ഈ ഫിയലിൻ്റെ രൂപം ഇങ്ങനെ മാറും. അങ്ങനെ രൂപത്തിനെ അതിന് വേണ്ട രീതിയിലൊക്കെ മാറ്റിയിട്ട് അതിനെങ്ങനെ പറയുന്ന അതിനാണ് നമ്മൾ സർഫാക്കുക എന്ന് പറയുക. അപ്പോൾ സർഫാക്കുമ്പോഴുള്ള അടുത്തത് ഒന്നാമത്തത് നമ്മളിപ്പോൾ ഈ പഠിച്ചതാണ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അത് അടുത്ത പാഠത്തിൽ ഈ മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാളുള്ളത് ഇനി രണ്ടാളാവുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ കണ്ടോ ഖറഅ ഓതി അല്ലേ, ഇനി രണ്ടാൾ ഓതിയാണെങ്കിൽ നമുക്ക് ഖറഅ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, ഖറഅ എന്ന് പറയണം. അവർ രണ്ടാൾ ഓതി. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റമാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് നോക്കാം, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഖറജ പുറപ്പെട്ടു, ഖറജ രണ്ടാൾ പുറപ്പെട്ടു. അപ്പോൾ മാദിയായ ഫിയലിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനം ഒരു അലിഫ് ചേർത്താൽ മതി. എന്നാൽ അതെന്തായി? മുസന്നയായി. മുസന്ന എന്നാണ് രണ്ട് പേരുള്ള ആ രൂപത്തിന് പറയാം. എന്നാൽ മുലാരിയായ ഫീലാകുമ്പോൾ അവിടെ ഒരു അലിഫും പിന്നെ ഒരു കസിറുള്ള നൂനും കൊടുക്കണം. അപ്പോൾ യഖ്റുജു എന്നാണെങ്കിൽ യഖ്റുജാനി, അതുപോലെ യഖ്റഉ എന്നാണെങ്കിൽ യഖ്റആനി, യജിലിസു എന്നാണെങ്കിൽ യജിലിസാനി, അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് മുസന്നയാവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഈ പാഠം ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇലൽ മുതവല്ലഇ വുളൂ ചെയ്യുന്ന സ്ഥലത്തേക്ക്. നമുക്കറിയാം ഈ പാഠങ്ങളൊക്കെ ഒരു പാഠത്തിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ അടുത്ത പാഠം പറയുകയാണ്. രണ്ടാമത്തെ പാഠത്തിൽ നമ്മളെന്തായി? ജുനൈദ് ഉണർന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി എൻ്റെ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. ഐഖല ജുനൈദുൻ, ജുനൈദ് ഉണർത്തി. അഹാഹു, യഖീല എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ്, ഐഖല ഉണർത്തി എന്നാണ്, അത് മാറരുത് ഇൻഷാ അല്ലാഹ്. ഐഖല ജുനൈദുൻ, ജുനൈദ് ഉണർത്തി, അഹാഹു അവൻ്റെ സഹോദരനെ, അസ്വഗീറ ചെറിയ സഹോദരനെ, അഹാഹു സ്വഗീറ ചെറിയ സഹോദരനെ ഉണർത്തി. അഥവാ നബീലൻ, നബീല് എന്ന ചെറിയ സഹോദരനെ ഉണർത്തി. വഫഅല പ്രവർത്തിച്ചു, നബീലുൻ നബീല് പ്രവർത്തിച്ചു, അഥവാ നബീല് ചെയ്തു. കമാ ഫഅല ചെയ്തതുപോലെ, അഹൂഹു ജുനൈദുൻ അവൻ്റെ സഹോദരൻ ജുനൈദ് ചെയ്തതുപോലെ അവനും ചെയ്തു. ജുനൈദ് എന്തൊക്കെയാണ് ഉണർന്നിട്ട് ചെയ്തത്? അത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ. അപ്പോൾ അതൊക്കെ എന്തായി? അവൻ്റെ സഹോദരൻ നബീലും ചെയ്തു. വ ഖറജ എന്നിട്ട് എന്ത് ചെയ്തു? വ ഖറജ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഖറജ എന്നത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ, പുറപ്പെട്ടു. എന്നാൽ ഇവിടെ ജുനൈദും ഉണ്ട് പിന്നെ നബീലും ഉണ്ട്. അപ്പോൾ എന്തായി? ഖറജ അവർ രണ്ടുപേര് പുറപ്പെട്ടു. ഖറജ എന്നതിൽ ഒരു അലിഫ് കൂടി, അതാണ് മാറ്റം. വ ഖറജ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഇലൽ മുതവല്ലഇ വുളൂ ചെയ്യുന്ന സ്ഥലത്തേക്ക്. വ വസല അവർ രണ്ടുപേരും കഴുകി. കഫൈഹിമ രണ്ടാളുടെയും മുൻകൈകളെ. മാ നിയ്യത്തി അദാഇ സുന്നത്തിൽ വുളൂഇ വുളൂഇൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി.
ആദ്യം തന്നെ ഉളു തുടങ്ങുമ്പോൾ വെക്കാനുള്ള നിയ്യത്ത് അതാണല്ലോ അല്ലേ, ഉളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു. ബസ്മല അവർ രണ്ടുപേരും ബിസ്മി ചൊല്ലി അവലൻ ആദ്യം. കാന അബൂഹുമ അവർ രണ്ടാളുടെയും പിതാവായിരുന്നു, റാഖിബൻ നിരീക്ഷിക്കുന്നവനായിരുന്നു, അഫ്ആലഹുമ രണ്ടാളുടെയും പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അരെ പിതാവ് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കണ്ടേ. തസവ്വക രണ്ടാളും മിസ്വാക്ക് ചെയ്തു. സുമ്മ പിന്നെ തമൽ മല രണ്ടാളും വായിൽ വെള്ളം കൊപ്പിളിച്ചു. ഇവിടൊക്കെ തസവ്വക എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്തു. തസവ്വക രണ്ടുപേരും മിസ്വാക്ക് ചെയ്തു. തമൽ മല വായിൽ വെള്ളം കൊപ്പിളിച്ചു. തമൽ മല രണ്ടാളും വായിൽ വെള്ളം കൊപ്പിളിച്ചു. ഇങ്ങനെ അർത്ഥം മാറുന്നുണ്ട്. വസ്തൻഷക രണ്ടുപേരും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. ഗസല അവർ രണ്ടാളും കഴുകി. അൽ വജിഹ മുഖത്തെ കഴുകി. ഒരാളാണെങ്കിലോ ഗസല അല്ലേ, രണ്ടാളാകുമ്പോൾ ഗസല അൽ വജിഹ മാ നിയ്യത്തി അദാഇ ഫർലിൽ വുളൂഇ വുളൂഇൻ്റെ ഫർലിനെ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി. സുമ്മ പിന്നെ യദഹുമ രണ്ടാളുടെയും കൈനെ കഴുകി. അൽ യുംന വലത് കൈനെ കഴുകി. സുമ്മൽ യുസ്ര പിന്നെ ഇടത്തേതിനെയും. മാൽ മിർഫഖൈനി രണ്ട് മുട്ടോടുകൂടെ, രണ്ട് കൈൻ്റെയും മുട്ടോടു കൂടി കഴുകി. യുഹല്ലിലാനി രണ്ടു പേരും തിക്കകറ്റുന്നു. ഇത് കണ്ടോ, ഖല്ലല എന്ന് പറഞ്ഞാൽ തിക്കകറ്റി, യുഹല്ലിലു എന്നുണ്ടാവുക തിക്കകറ്റുന്നു അല്ലെങ്കിൽ തിക്കകറ്റും. ഇവിടെ രണ്ടാളുള്ളതുകൊണ്ട് എന്തായി, യുഹല്ലിലു എന്നത് യുഹല്ലിലാനി എന്നായി. ഒരു അലിഫും ഒരു കസ്റുള്ള നൂനും വന്നു. അപ്പോൾ അലിഫ് വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് അലിഫ് നീട്ടാൻ ഫത്തഹല്ല ഉണ്ടാവില്ല, ഫത്തഹ നീട്ടാനല്ലേ അലിഫ് വരിക. അപ്പോൾ യുഹല്ലിലു എന്ന് നമ്മുള്ളത് അവിടെ ഫത്തഹാവുകയും ചെയ്യും. അങ്ങനെ യുഹല്ലിലു എന്നത് യുഹല്ലിലാനി രണ്ടാളും തിക്കകറ്റുന്നു. അല്ല അസ്വാബിയ വിരലുകളെ തിക്കകറ്റുന്നു. സുമ്മ പിന്നെ മസഹ രണ്ടാളും തടവി. അർ റഅ്സ തലയെ തടവി. സുമ്മൽ ഉദുനൈനി പിന്നെ രണ്ട് ചെവികളെയും തടവി. സുമ്മ പിന്നെ വസല അവർ രണ്ടാളും കഴുകി. അരിജില അൽ യുംന വലതേ കാലിനെ അവർ രണ്ടാളും കഴുകി. സുമ്മൽ യുസ്ര പിന്നെ ഇടത്തേതിനെയും കഴുകി. സലാസൻ സലാസ 3 പ്രാവശ്യം. ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് 3 പ്രാവശ്യം. ബഅദ ദാലിക അതിനുശേഷം യർഫഅനി അവർ രണ്ടുപേരും ഉയർത്തുന്നു. യർഫഉ ഉയർത്തുന്നു ഉയർത്തും. യർഫഅനി രണ്ടാളും ഉയർത്തുന്നു. യദൈഹിമ രണ്ടാളുടെയും കൈകളെ ഉയർത്തുന്നു. ഐനൈഹിമ രണ്ട് കണ്ണുകളെയും. ഇലസ്സമായി ആകാശത്തിലേക്ക്. വയദുവാനി രണ്ടാളും ദുആ ചെയ്യുന്നു. ബിദ്ദുആഇൽ മഗ്സൂരി പറയപ്പെട്ട ദുആ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിലും കിതാബുകളിലൊക്കെ പറയപ്പെട്ട ദുആ കൊണ്ട് അവർ ദുആ ചെയ്യുന്നു. എപ്പോൾ ബഅദൽ വുളൂഇ വുളൂഇന് ശേഷം മാഇസ്തിഖ്ബാലിൽ ഖിബ്ലതി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട്. അപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വുളൂഹിന് ശേഷമുള്ള പറയപ്പെട്ട ദുആ കൊണ്ട് അവർ ദുആ ചെയ്യുന്നു. അത്തദ്രീബാത്തു നംലഉൽ ഫറാഗ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. യദ്ഹബു യഷ്റബു യക്തുബു യഖ്റഉ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഫിങ്ങലൊക്കെ നോക്കി നോക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെയുള്ള ഫിങ്ങല അല്ലേ. യദ്ഹബു യഷ്റബു യക്തുബു യഖ്റഉ ഈ പാഠത്തിൽ പഠിച്ചതുപോലുള്ള ഫീലുണ്ടോ ഇല്ല. അപ്പോൾ കഴിഞ്ഞ പാഠത്തെ ഒരു ആവർത്തനം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തദ്രീബാത്തുള്ളത്. യദ്ഹബാനി യഷ്റബാനി യക്തുബാനി യഖ്റആനി ഇങ്ങനെ ആവുമ്പോഴല്ലേ രണ്ടാൾ ചെയ്യുന്നു എന്നർത്ഥം വരിക. അതല്ലേ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ പാഠം മനസ്സിലായെങ്കിൽ ഇത് കിട്ടും. അപ്പോൾ ഒന്നാമത്തത് ഡാഷ് അൽ അഹു സഹോദരൻ, അൽ ഹലീബ പാല്. ഇവിടെ ബ്രാക്കറ്റിലുള്ള എന്തൊക്കെയാണ്, യദ്ഹബു പോകുന്നു പോകും എന്നർത്ഥം കൊടുക്കാം. യഷ്റബു കുടിക്കുന്നു കുടിക്കും. യക്തുബു എഴുതുന്നു എഴുതും. യഖ്റഉ വായിക്കുന്നു വായിക്കും അല്ലെങ്കിൽ ഓതുന്നു ഓതും. ഇങ്ങനെയൊക്കെയാണ് അർത്ഥം അല്ലേ. ഇവിടെ പാലാവുമ്പോൾ സഹോദരൻ ഏതാണ്ടാവുക, യഷ്റബു. യഷ്റബുൽ അഹു സഹോദരൻ കുടിക്കുന്നു. അൽ ഹലീബ പാല്. രണ്ടാമത്തെ എന്താണ്, ഡാഷ് അൽ അബു പിതാവ്, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ഇവിടെ എന്താണ്, പള്ളിയിലേക്ക് പോകുന്നു. യദ്ഹബുൽ അബു പിതാവ് പോകുന്നു. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ഡാഷ് അത്വാലിബു വിദ്യാർത്ഥി അദ്ദർസ പാഠം. പാഠം എന്താ ചെയ്യുക, യക്തുബു എഴുതുന്നു. അത്വാലിബു വിദ്യാർത്ഥി അദ്ദർസ പാഠം എഴുതുന്നു. അടുത്തത് യഖ്റഉൽ ഉസ്താദു ഉസ്താദ് ഓതുന്നു. അൽ ഖുർആന ഖുർആൻ ഓതുന്നു. നുൻഷിഉ നമുക്കുണ്ടാക്കാം. ജുമലൻ സെൻറ്റൻസ് ഉണ്ടാക്കുക. ബിസ്തിഅനാത്തിൽ കലിമാത്തി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. മിനദ് ദായിറ ഈ വട്ടത്തിൽ നിന്ന് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. വനക്തുബുഹ എന്നിട്ട് നമുക്കത് എഴുതാം. ഫിദ്ദഫ്തരി നോട്ടിൽ എഴുതാം. ഇവിടെ ഏതൊക്കെ ഫിയലുള്ളത്, ഏതൊക്കെ വാക്കുകളുള്ളത്. യനാമു ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങും, ഇതാണ് ഫിയല്. പിന്നെ ഒരു ഫിയലുള്ളത് യജിലിസു ഇരിക്കുന്നു ഇരിക്കും. പിന്നെ ഫിയലുള്ളത് യൽ അബു കളിക്കുന്നു കളിക്കും. ഇങ്ങനെ 3 ഫിയലുണ്ട് അല്ലേ. മറ്റു വാക്കുകൾ ഏതൊക്കെയാണ്, ഉസ്താദു, അൽ മയാബി, അൽ കുർസി, ഫി ഉണ്ട്, അൽ മഹദി, അല ഉണ്ട്. ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫിയൽ എടുക്കുക. യനാമു ഉറങ്ങുന്നു. ആര്, അത്തിഫ്ലു എന്ന് കൊടുക്കുക അല്ലേ, കുട്ടി. കുട്ടി ഉറങ്ങുന്നു. ഫിൽ മഹദി തൊട്ടിലിൽ ഉറങ്ങുന്നു. അടുത്ത ഫിയൽ യജിലിസു ഇരിക്കുന്നു. അൽ ഉസ്താദു ഉസ്താദ് ഇരിക്കുന്നു.
അലൽ കുർസി കസേരയിൽ ഇരിക്കുന്നു. കസേരയിൽ എന്നാണെങ്കിലും ഫി അല്ല ഉപയോഗിക്കുക, കാരണം കസേരൻ്റെ ഉള്ളിലല്ലല്ലോ, കസേരൻ്റെ മേലല്ല ഇരിക്കുക. അപ്പോൾ അലയാണ് അവിടെ ഉപയോഗിക്കുക. പിന്നെയോ അടുത്തത് യൽ അബു കളിക്കുന്നു, അൽ വലതു ആൺകുട്ടി കളിക്കുന്നു, ഫിൽ മൽഅബി കളിസ്ഥലത്ത് അഥവാ ഗ്രൗണ്ട് അവിടെ കളിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ പേജിൽ 4 സെൻറ്റൻസ് ഇവിടെ വന്നു, ഇവിടെ 3 സെൻറ്റൻസ് വന്നു. അതുപോലെ ഈ പാഠഭാഗമൊക്കെ എന്ത് ചെയ്യുക, നന്നായി അർത്ഥം വെച്ച് പഠിക്കുക, പരീക്ഷയ്ക്ക് ഈസി ആവണം ഇൻഷാ അല്ലാഹ്. ഇവിടെ നോക്കുക, തദക്കറിനി ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗത്ത് വന്ന റെഡ് കളറിൽ കൊടുത്ത ഫിയലുകൾ ഇങ്ങനെ ഫുള്ള് പറയാണ്. നോക്കുക, ഖറജ, വസല, ബസ്മല, മസഹ, തവസവക, കുല്ലുഹ ഇവകളെല്ലാം അഫ്ആലുൻ മാലിയത്തുൻ മാലിയായ ഫിയലാണ്. ലിൽ മുസന്ന മുസന്നയുടെ രൂപത്തിനുള്ള മാലിയായ ഫിയലാണ്. എന്താണ് മുസന്ന? പ്രവർത്തിക്കുന്ന ആൾ 2 ആളുകളാവുമ്പോൾ അതിന് പറയുന്ന പേരാണ് മുസന്ന, അല്ലേ? അങ്ങനെ 2 ആളുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള രൂപത്തിനുള്ള മാലിയായ ഫിയലാണ് ഇവകളെല്ലാം. എന്നാൽ യുഖല്ലിലാനി, യർഫാനി, യദ്ഉവാനി ഇതൊക്കെ അഫ്ആലുൻ മുലാരിയാത്തുൻ മുലാരിയായ ഫീലാണ്. ലിൽ മുസന്ന മുസന്നയുടെ രൂപത്തിനുള്ള മുലാരിയായ ഫീലാണ് ഇതൊക്കെ. നമുക്കിവിടെ പാഠഭാഗത്ത് നോക്കാം. ഈ പറഞ്ഞ ഫീലുകൾ ഖറജ, വസല, ബസ്മല ഇതൊക്കെ ഖറജ പുറപ്പെട്ടു, വസല കഴുകി, ബസ്മല ബിസ്മി ചൊല്ലി, തമൽമല വായിൽ വെള്ളം കൊപ്പിളിച്ചു, വസ്തൻഷക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, വസല കഴുകി, മസഹ തടവി. ഇതൊക്കെ എന്താണ്? ചെയ്തു എന്നർത്ഥമല്ലേ? എന്നാൽ അതൊക്കെ 2 ആൾ ചെയ്തു എന്നല്ലേ? അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ അലിഫ് കൂട്ടിയിട്ട് ഉപയോഗിച്ചത്. ഖറജ പുറപ്പെട്ടു എന്നാണെങ്കിൽ ഖറജ എന്ന് മതി. ഇവിടെ 2 ആൾ പുറപ്പെട്ടത് കൊണ്ട് ഖറജ, ഒക്കെ 2 ആളായതുകൊണ്ട് അലിഫ് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ അവിടെ വന്ന മുലാരിയ ഫീൽ ഏതാണ്? യുഖല്ലിലാനി, യർഫാനി, യദ്ഉവാനി ഇതൊക്കെ യുഖല്ലിലാനി തിക്കകറ്റുന്നു, യർഫാനി ഉയർത്തുന്നു, യദ്ഉവാനി ദുആ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു എന്നർത്ഥമാണ്. അപ്പോൾ മുലാരിയ ഫീലാണ്. തുടക്കത്തിൽ യാ ഉണ്ടല്ലോ അല്ലേ? യാ, ത, അലിഫ്, നൂന് ഏതെങ്കിലും ഒന്ന് തുടക്കത്തിൽ വരും, നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ 2 ആളുള്ളതുകൊണ്ടൊക്കെ ഒരു അലിഫും കസ്റുള്ള നൂനും കൂട്ടിയിട്ടാണ് മുലാരിയ ഫീൽ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ അത് മുസന്നയാണ്. 2 ആളുണ്ടാകുമ്പോൾ ചെയ്യുന്ന ആൾ 2 ആളുണ്ടെങ്കിൽ മുസന്നയാണ്. അപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാലിയ ഫീലിൻ്റെയും മുലാരിയ ഫീലിൻ്റെയും മുസന്ന എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? വളരെ ഈസി അല്ലേ? ചെറിയൊരു മാറ്റം വരുത്താനുള്ളൂ അല്ലേ? എന്ന് നമുക്ക് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. ജുനൈദുൻ വനബീലും ജുനൈദും നബീലും യൈഖലാനി 2 ആളും ഉണരുന്നു അല്ലെങ്കിൽ ഉണരും, മിനൻ നൗമി ഉറക്കിൽ നിന്ന്, മുബക്കിറൈനി നേരത്തെ, കുല്ല യൗമിൻ എല്ലാ ദിവസവും നേരത്തെ ഉറക്കിൽ നിന്ന് ജുനൈദും നബീലും ഉണരും. ഇവിടെ ജുനൈദുൻ എന്ന് മാത്രമാണെങ്കിൽ എന്താ പറയുക? യൈഖലു അല്ലേ? ഉണരും. 2 ആളുകൊണ്ട് യൈഖലാനി 2 ആളും ഉണരും. വയദ്ഹബാനി അവർ 2 ആളും പോകും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ലി സ്വലാത്തി സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി. വഹീന യംഷിയാനി അവർ നടക്കുന്ന സമയത്ത്, ഹീന എന്ന സമയത്ത്, യംഷിയാനി അവർ 2 ആളും നടക്കുന്നു. അപ്പോൾ 2 ആളും നടക്കുന്ന സമയത്ത് റഅയാ 2 ആളും കണ്ടു. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, റഅയാ 2 പേരും കണ്ടു. ഹാമിദൻ വ ഖാലിദൻ ഹാമിദിനെയും കണ്ടു, ഖാലിദിനെയും കണ്ടു. അപ്പോൾ ഈ 2 ആൾ ഹാമിദ്, ഖാലിദ് എന്ന 2 ആളുകളെ കണ്ടു. വസല്ലമ അവർ സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജുനൈദും നബീലും സലാം പറഞ്ഞു. അലൈഹിമ അവർ 2 പേരുടെയും മേലിൽ സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹാമിദിനോടും ഖാലിദിനോടും ജുനൈദും നബീലും സലാം പറഞ്ഞു. സല്ലമ സലാം പറഞ്ഞു, സല്ലമ 2 ആളും സലാം പറഞ്ഞു. വറദ്ദ അവർ 2 ആളും മടക്കി. ആര്? ഹാമിദും ഖാലിദും മടക്കി അസ്സലാമ സലാം മടക്കി. വഹുമ അവർ 2 ആളും, അയ്ലൻ അവരും എന്ന് പറഞ്ഞാൽ ജുനൈദിനും നബീലിനും പുറമെ, യദ്ഹബാനി പോകുന്നു. വഹുമ അവർ 2 ആളും എന്ന് പറഞ്ഞാൽ ഹാമിദും ഖാലിദും ഇവർ 2 ആളും, അയ്ലൻ ജുനൈദ് നബീലി 2 ആൾക്ക് പുറമെ, യദ്ഹബാനി പോകുന്നു. അപ്പോൾ അവർക്ക് പുറമെ ഇവരും പോകുന്നു. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ലി സ്വലാത്തി സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പോകുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം അർത്ഥം വെച്ച് പഠിക്കുക. നമുക്ക് അടുത്ത് നോക്കാം. നുസരിഫ് നമുക്ക് സർഫാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിയലിൻ്റെ ഫസ്റ്റ് രൂപത്തിൽ നിന്ന് അല്ലേ? ഫസ്റ്റ് ഒരാളാവുമ്പോൾ ഹുവ എന്ന ലമീറ വരിക. ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ എന്ന അർത്ഥത്തിലുള്ള, അതാണ് ഫസ്റ്റുള്ള രൂപം ഫിയലിൻ്റെ. അതിൽ നിന്ന് അടുത്തത് എടുക്കണം. ഹുമ അവർ 2 പേര് എന്ന അർത്ഥം വരുന്ന ഫിയൽ അതിൽ നിന്ന് നമ്മൾ എടുക്കുക ചെയ്യുക. അതിന് സൊറഫാക്കുക എന്ന് പറയാം. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആ ഫസ്റ്റത്തെ നിന്ന് എടുക്കുന്നതിന്. നമ്മളിപ്പോൾ 2 പഠിച്ചിട്ടുള്ളൂ അല്ലേ? 14 രൂപങ്ങളുണ്ട്. 2 രൂപ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് സൊറഫാക്കുക. ഇവിടെ മാലിയാണ്. വസല കഴുകി, അവൻ കഴുകി. വസല അവർ 2 പേര് കഴുകി. ഖറജ അവൻ പുറപ്പെട്ടു. ഖറജ അവർ 2 പേര് പുറപ്പെട്ടു. കാമ അവൻ നിന്നു. കാമ അവർ 2 പേര് നിന്നു. അപ്പോൾ ഇതൊക്കെ ഒരാളല്ലേ? അവൻ ഒരാളല്ലേ? അപ്പോൾ അതിന് മുഫ്രദ് എന്നാണ് പറയാം. മുഫ്രദ് പറഞ്ഞാൽ ഒരാളാവുമ്പോൾ ഉള്ളതിനാണ് മുഫ്രദ്, ഏകവചനം. മുസന്ന എന്ന് പറഞ്ഞാലോ
ദ്വിവചനം രണ്ടാളാകുമ്പോൾ ഉള്ളതാണ്. ഗസല അവർ രണ്ടുപേര് കഴുകി, ഖറജ അവർ രണ്ടുപേര് പുറപ്പെട്ടു, ഖാമ അവർ രണ്ടുപേര് നിന്നു, ഒക്കെ രണ്ടാളാണ്. അപ്പോൾ അതിന് മുസന്ന എന്ന് പറയും. ഇനി ഇതിൻ്റെയൊക്കെ മുലാരി ആ ഫീലാവുമ്പോൾ എങ്ങനെയാണ്? ഗസലയുടെ മുലാരി യഗ്സിലു അല്ലേ, അതിൻ്റെ മുസന്ന യഗ്സിലാനി. അപ്പോൾ എങ്ങനെ അർത്ഥം വരിക? ഗസല കഴുകി, യഗ്സിലു കഴുകുന്നു കഴുകും, യഗ്സിലാനി അവർ രണ്ടുപേര് കഴുകുന്നു കഴുകും, യഹ്റുജു അവൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും, യഹ്റുജാനി അവർ രണ്ടുപേര് പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും, യഖൂമു അവൻ നിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കും, യഖൂമാനി അവർ രണ്ടുപേര് നിൽക്കുന്നു നിൽക്കും. നുത്തിമു ബിൽ മുനാസിബ്, നുത്തിമു നമുക്ക് പൂർത്തിയാക്കാം, ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത്? യക്തുബാനി, യഖ്റആനി, യുനള്ളിഫാനി, ബിദ്ദുവാമ. ഇവിടെയുള്ള ഫിങ്ങലൊക്കെ ബിദ്ദുവാമ ഫിങ്ങലല്ല, ബിദ്ദുവാമത്തി എന്ന് പറഞ്ഞാൽ പമ്പരം കൊണ്ട്. എന്നാൽ ബാക്കിയുള്ള 3 ഫിങ്ങൽ, ഇത് 3 നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിച്ച അല്ലേ മുസന്നയായിട്ടുള്ള ഫിങ്ങല. യക്തുബാനി, യഖ്റആനി, യുനള്ളിഫാനി, ഇതൊക്കെ മുഫ്രദാണെങ്കിൽ ഒരാളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? യക്തുബു, യഖ്റഉ, യുനള്ളിഫു അല്ലേ. അത് നമ്മൾ നോക്കുക. അദ്ദാരിസാനി 2 വിദ്യാർത്ഥികൾ, 2 പഠിക്കുന്ന ആളുകൾ, ഡാഷ് അത്തദ്രീബ പരിശീലനങ്ങൾ. എന്താണ് തദ്രീബാത്ത്? എന്താ ചെയ്യുക? ഇവിടെ നോക്കുക. യക്തുബാനി അവർ രണ്ടുപേരും എഴുതും അല്ലെങ്കിൽ എഴുതുന്നു, യഖ്റആനി അവർ രണ്ടുപേരും ഓതുന്നു, യുനള്ളിഫാനി അവർ രണ്ടുപേരും വൃത്തിയാക്കുന്നു. ഇവിടെ ഏതാ യോജിക്കുക? യക്തുബാനി, അദ്ദാരിസാനി യക്തുബാനി തദ്രീബ 2 വിദ്യാർത്ഥികൾ പരിശീലനങ്ങൾ എഴുതുന്നു. ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും ഡാഷ് അൽ ഖുർആന ഖുർആൻ, യഖ്റആനിൽ ഖുർആന രണ്ടാളും ഖുർആൻ ഓതുന്നു. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, യൽഅബാനി അവർ കളിക്കുന്നു, ബിദ്ദുവാമത്തി പമ്പരം കൊണ്ട് അല്ലേ. അടുത്തത് ജുനൈദുൻ വ നബീലുൻ, ജുനൈദും നബീലും ഡാഷ് അവിടെ എന്താ? യുനള്ളിഫാനി വൃത്തിയാക്കുന്നു, അവർ രണ്ടാളും വൃത്തിയാക്കുന്നു, അൽ അസ്നാന പല്ലുകൾ വൃത്തിയാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ജുംലകളൊക്കെ അർത്ഥം വെച്ച് പഠിക്കുക. അടുത്തത് പറയാനുള്ളത് സന്നി ഹാദിഹിൽ അഫ്ആല, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്കുണ്ടാകും. അതുപോലെ ഈ രീതിയിലുള്ള ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാലിയും മുലാരിയും ഉണ്ടാവും. അപ്പോൾ മാലിനെയും മുലാരിയും എഴുതുക. മക്തുബുൽ മാലിയ വൽ മുലാരിയ എന്നുണ്ടാവും. മാലി മുലാരി എഴുതാം. അപ്പോൾ അതിൽ മാലിയാണോ ഉള്ളത് എന്നാൽ അതിൻ്റെ മുലാരി എഴുതണം, മുലാരിയാണോ ഉള്ളത് എന്നാൽ അതിൻ്റെ മാലി എഴുതണം. ഈ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് നോക്കുക. ഇതിൻ്റെയൊക്കെ മുസന്ന എഴുതാനാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഓരോ ഫിയലും മാലിയാണോ മുലാരിയാണോ എന്ന് മനസ്സിലാക്കണം. ജലസ അതിൻ്റെ തുടക്കത്തിൽ യാ ഓ താ ഓ അലിഫോ നൂനോ ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ അത് മാലിയാവുള്ളൂ. ഇവിടെ മാലി മുലാരിയാണ് നമുക്ക് തന്നത്, അതിൽ നിന്ന് അത് മാലിയാവുള്ളൂ. ദഹബ, കതബ, ലൈബ, ആല, ത്വല ഇതൊക്കെ. യുസലിമു, യക്കുലു, യജ്ലിസു, യക്തുബു, യദ്ഹബു, യൽഅബു ഇതിനൊക്കെ തുടക്കത്തിൽ യാ ഉണ്ട്. അതുകൊണ്ട് അത് മുലാരി ആവാം ആവാതിരിക്കാം, രണ്ടിനും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പാഠത്തിൽ ഇതാ ഇവിടെ യഖില അത് മാലിയ ഫീലാണ്, തുടക്കത്തിൽ യാ ഇല്ലേ. അപ്പോൾ യാ ഉണ്ടെന്ന് കരുതി മുലാരി ആയിക്കോണമെന്നില്ല. മുലാരി ആണെങ്കിൽ എന്തായാലും യാ ഓ താ ഓ അലിഫോ നൂനോ ഉണ്ടാവും. അങ്ങനെയാണ്. മാലി ആവുമ്പോൾ യാ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, ഏതക്ഷരവും തുടക്കത്തിൽ വരാം. എന്നാൽ മുലാരി ആവുമ്പോൾ ഏതക്ഷരവും വരാൻ പറ്റില്ല, യാ ഓ താ ഓ അലിഫോ നൂനോ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ജലസ അതിൻ്റെ അർത്ഥം എന്താ? ഇരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഇരുന്നു പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ മനസ്സിലായി അത് മാലിയ ഫീലാണ്. ജലസ അതിൻ്റെ മാലി ആവുമ്പോൾ അതിൻ്റെ മുസന്നയാക്കുക എങ്ങനെയാണ്? അലിഫ് കൂട്ടിയിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുസന്ന ജലസ, ജലസ ഇരുന്നു, ജലസ അവർ രണ്ടുപേര് ഇരുന്നു. ദഹബ പോയി, ദഹബ അവർ രണ്ടുപേര് പോയി. കതബ എഴുതി, കതബ അവർ രണ്ടുപേര് എഴുതി. ലൈബ കളിച്ചു, ലൈബ അവർ രണ്ടുപേര് കളിച്ചു. കാല പറഞ്ഞു, കാല അവർ രണ്ടുപേര് പറഞ്ഞു. ത്വല ഉദിച്ചു, ത്വല അത് രണ്ടും ഉദിച്ചു. ഇവിടെ അവരല്ലല്ലോ ഉദിക്കൽ. ഉദിക്കൽ എന്താ? സൂര്യനെ ചന്ദ്രനൊക്കെ അല്ലേ. അപ്പോൾ ത്വല അത് ഉദിച്ചു എന്ന് പറയാം. ത്വല അത് രണ്ടും ഉദിച്ചു. യുസല്ലിമു അത് മുലാരി ഫീലാണ്. സല്ലമ എന്നാണ് അതിൻ്റെ മാദി. സല്ലമ സലാം പറഞ്ഞു. യുസല്ലിമു അവൻ സലാം പറയുന്നു, സലാം പറയും. അതിൻ്റെ മുസന്നയാകുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? മുലാരി ഫീലാകുമ്പോൾ മുസന്നയാക്കാൻ അലിഫും കസ്റുള്ള നൂനും അല്ലേ. അപ്പോൾ യുസല്ലിമാനി അവർ രണ്ടാളുകൾ സലാം പറയുന്നു, സലാം പറയും. യൗക്കുലു അവൻ തിന്നുന്നു, തിന്നും അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു, ഭക്ഷിക്കും. യൗക്കുലാനി അവർ രണ്ടുപേര് ഭക്ഷിക്കുന്നു, ഭക്ഷിക്കും. യജിലിസു അവൻ ഇരിക്കുന്നു, ഇരിക്കും. യജിലിസാനി അവർ രണ്ടുപേരിരിക്കുന്നു, ഇരിക്കും. യക്തുബു അവൻ എഴുതുന്നു, എഴുതും. യക്തുബാനി അവർ രണ്ടുപേർ എഴുതുന്നു, എഴുതും. യദ്ഹബു അവൻ പോകുന്നു, പോകും. യദ്ഹബാനി അവർ രണ്ടുപേര് പോകുന്നു, പോകും. യൽഅബു അവൻ കളിക്കുന്നു, കളിക്കും. യൽഅബാനി അവർ രണ്ടുപേര് കളിക്കുന്നു, കളിക്കും. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ പട്ടിക നോക്കിയാൽ മതി എങ്ങനെയാണ് മുഫ്രദിനെ മുസന്നയാക്കുക, എന്ത് മാറ്റാണ് അതിലുള്ളത്. മുലാരിയിൽ എന്ത് മാറ്റമുള്ളത്, മാദിയിൽ എന്ത് മാറ്റമുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്ന എന്താണ്? അതിൻ്റെ ജം ആണ്. 4ാമത്തെ പാഠത്തിൽ എന്താണ് ജം? ബഹുവചനം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അല്ലേ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ,
മുസന്ന എന്ന് പറഞ്ഞാൽ 2 ആളുകൾ, ജം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകൾ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് മാറ്റാണ് ഉണ്ടാവുക? അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വളരെ ഈസിയാണ്. ഖറജ പുറപ്പെട്ടു, അതെന്താവും? ഖറജൂ എന്നാവും. കണ്ടോ, ഒരു വാവും പിന്നെ നമ്മൾ പറയൂല, എഴുതുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു അലിഫും, അതാണ് ജം ആക്കാൻ ചെയ്യുക. അപ്പോൾ വാവാകുമ്പോൾ അതിന് മുമ്പുള്ളത് ലമ്മാക്കണ്ടേ, ലമ്മിനെ നീട്ടാനല്ലേ വാവ് വരിക. അപ്പോൾ ഖറജു, ഖറജ എന്നത് ഖറജു എന്നായാൽ മാദിയായ ഫീലിനെ ജം ആക്കി. എന്നാൽ മുലാരിയായ ഫീലിനെയോ ഇവിടെതാ യഅ്മലു എന്നുണ്ടാവുക, യഅ്മലൂന. അപ്പോൾ വാവ് കൂട്ടുക, എന്നിട്ട് ഒരു ഫത്ഹുള്ള നൂന് ഇടുക. അപ്പോൾ യഅ്മലു യഅ്മലൂന എന്നായാൽ അത് ജം ആയി. വളരെ ഈസിയാണ് ഇൻഷാ അല്ലാഹ്. എന്നാലും നമുക്ക് പടം നോക്കാം. ഇതിൽ അർത്ഥത്തിലൊരു മാറ്റവും ഇല്ല, അവർ എന്നാവും. അവർ പല പുരുഷന്മാർ, കുറേ ആളുകൾ. അഫ്ളലുൽ ജമാഅത്തി, ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. വബഅദ വഖത്തിൻ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം. ജാ അൽ അഖുൽ കബീറു, വലിയ സഹോദരൻ വന്നു. വസ്വഗീറു, ചെറിയ സഹോദരനും വന്നു. ലിൽ ജുനൈദി, ജുനൈദിനുള്ള വലിയ സഹോദരനും ചെറിയ സഹോദരനും അല്പസമയത്തിന് ശേഷം വന്നു. വഖറജു, എന്നിട്ട് എന്താക്കി? വഖറജു, അവർ പുറപ്പെട്ടു. കണ്ടോ, അവർ ഇവിടെ ആരൊക്കെയുണ്ട്? ജുനൈദ് ഉണ്ട്, അവൻ്റെ വലിയ സഹോദരനുണ്ട്, ചെറിയ സഹോദരനുണ്ട്. അതുകൊണ്ട് എന്തായി? ഖറജു എന്ന് പറഞ്ഞു. 2ൽ കൂടുതൽ ആളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പറയാം. വഖറജു, അവർ പുറപ്പെട്ടു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. മാ അബീഹിം, അവരുടെ പിതാവിൻ്റെ കൂടെ. വഹീനമാ കാനു യംഷൂന, വഹീന സമയത്ത്. വഹീനമാ കാനു, അവരായിരുന്ന സമയത്ത്. യംഷൂന, അവർ നടക്കുന്നു. അപ്പോൾ എന്തായി? അവർ നടക്കുന്നവരായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്ന സമയത്ത്. ഖാല ലഹും, അവരോട് പറഞ്ഞു. അബൂഹും, അവരുടെ പിതാവ് പറഞ്ഞു. ഇന്നലിൽ ജമാഅത്തി, തീർച്ചയായും ജമാഅത്തിനുണ്ട്, അഥവാ ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്. ഫല്ലൻ, ശ്രേഷ്ഠതയുണ്ട്. അലാ സ്വലാത്തിൽ ഫദ്ദി, ഒറ്റക്കുള്ള നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ബി 27 ദറജ, 27 ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ. അപ്പോൾ അവർ ജമാഅത്തിന് പോവല്ലേ, അപ്പോൾ പോയിട്ട് എന്താ കാര്യം എന്നുള്ളത് ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ഫസഅലുഹു, അപ്പോൾ സഅലു, അവർ ചോദിച്ചു. എന്താ അവർ എന്ന് പറഞ്ഞാൽ ജുനൈദും അവൻ്റെ സഹോദരങ്ങളും ചോദിച്ചു. ഹു, അവനോട്, അവൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ ഉപ്പയോട്. ഫസഅലുഹു, അവർ ഉപ്പയോട് ചോദിച്ചു. യാ അബാന, ഞങ്ങളുടെ ഉപ്പ. അയ്യുൽ ജമാഅത്തി, ഏത് ജമാഅത്താണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്? എല്ലാ നിസ്കാരം ഉണ്ടല്ലോ, ഏറ്റവും കൂലി ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണ് എന്ന് ചോദിച്ചു. ഫഅജാബ, അപ്പോൾ ഉത്തരം നൽകി. യാ അബ്നാഇ, എൻ്റെ മക്കളെ. അഫ്ളലുൽ ജമാഅത്തി, ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അൽ ജുമുഅത്തു, ജുമുഅയാണ്. സുമ്മ, പിന്നെ സുബ്ഹുഹ, ആ ജുമുഅ ദിവസത്തിലെ സുബ്ഹാണ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ സുബ്ഹാണ്. സുമ്മ, പിന്നെ അസുബ്ഹു, സുബ്ഹാണ്, മൊത്തത്തിലുള്ള ബാക്കിയുള്ള സുബ്ഹാണ്. സുമ്മ, പിന്നാൽ ഇഷാഉ, ഇഷാ ആണ്. സുമ്മൽ അസുറു, പിന്നെ അസുറാണ്. സുമ്മൽ ലുഹുറു, പിന്നെ ലുഹുറാണ്. സുമ്മൽ മഗ്രിബു, പിന്നെ മഗ്രിബാണ്. ഇങ്ങനെയാണ് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഓർഡർ. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. എന്താണ്? ഇത് പൂരിപ്പിക്കാൻ വരും. അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹ, അങ്ങനെ പോയിട്ട് ഡാഷ് സുമ്മൽ ലുഹുറു സുമ്മൽ മഗ്രിബു, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ പൂരിപ്പിക്കാനുണ്ടാവും. അല്ലെങ്കിൽ അഫ്ളലുൽ ജമാഅത്തി മാഹിയ അൽ ജുമുഅത്തു, അല്ലേ? ഇങ്ങനെ, അതാണ് ഒന്നാമത്തെ അൽ ജുമുഅയാണ്. ഈ രീതിയിലൊക്കെ ചോദ്യമോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ ഇവിടെ ഉണ്ടാവും, ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം. തഫ്ളുലു, ശ്രേഷ്ഠമാകും. അല സ്വലാത്തിർ റജുലി, ഒരാളുടെ നിസ്കാരത്തേക്കാൾ. വഹദഹു, അവൻ ഒറ്റക്കുള്ള. അപ്പോൾ ഒരാളുടെ ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ ജമാഅത്ത് നിസ്കാരം ശ്രേഷ്ഠമാണ്. ബി 27 ദറജ, 27 ഇരട്ടി ശ്രേഷ്ഠമാണ്. ഇത് തുർമുദിയിലെ ഹദീസാണ്. വൈന്ദർ റുജുവോയി മിനൽ മസ്ജിദി, വൈന്ദർ റുജുവോയി മടങ്ങുന്ന സമയത്ത്. മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത്. റഔ, അവർ കണ്ടു. റഔ, അവർ കണ്ടു. ഇവിടെ റആ എന്നാണ് ഫിഅൽ ഉണ്ടാവുക. നമുക്കറിയാം റആ എന്നാകുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാണ്? റആ. റആ എന്നെങ്ങനെ എഴുതുക? ഇങ്ങനെയല്ലേ റആ എഴുതുക. അപ്പോൾ ഇവിടെ അവസാനത്തെ അക്ഷരം ഏതാണ്? യാ അലിഫ്, അല്ലേ? നീട്ടാനുള്ള യാതിൻ്റെ രൂപത്തിലുള്ള അലിഫാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫിഅൽ, ഇപ്പോൾ ഖറജ, അതിനെ നമ്മളെന്ത് ചെയ്യും? വാവ് കൊടുക്കൂലേ? എന്നിട്ട് ഇതിന് ആ വാവിന് ചോദിച്ചാൽ ലമ്മ കൊടുക്കുക. അപ്പോൾ ഖറജു എന്ന് ജം ആയി. എന്നാൽ ഇവിടെ റഅ എന്നുള്ളതിന് ഇതിനെ നീട്ടാനുള്ള അലിഫല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ലമ്മ കൊടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനെ ഒഴിവാക്കിയിട്ട് റഅൗ എന്നാണ് ആവുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ അങ്ങനെ ആയതെന്ന് ചിന്തിക്കേണ്ട. അറബികൾ ഈ രീതിയിലാണ് റഅ എന്നതിൻ്റെ ജം ഉപയോഗിച്ചത്. റഅൗ എന്നാണ്ടാവുക.
റഔ അവർ കണ്ടു, അൽ ഉമ്മാല ജോലിക്കാരെ കണ്ടു, യഅമലൂന അവർ ജോലി ചെയ്യുന്നു, ഫിൽ മസ്റായി കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നു, വഹും അവർ അഥവാ ജോലിക്കാർ, യസ്കൂന അവർ കുടിപ്പിക്കുന്നു അഥവാ നനക്കുന്നു, സുറുഅഹും അവരുടെ കൃഷികളെ നനക്കുന്നു, സുമ്മ പിന്നെ, വസലു അവരെത്തി, അവർ പറഞ്ഞാൽ ജുനൈദും സഹോദരങ്ങളും എത്തി, ഇലാ ബൈത്തിഹിം അവരുടെ വീട്ടിലേക്ക് എത്തി, യുസല്ലിമൂന അവർ സലാം പറയുന്നു, അല അഹ്ലി ബൈത്തിഹിം അവരുടെ വീട്ടുകാരുടെ മേൽ സലാം പറയുന്നു, വയസ്തരിഹൂന അവർ വിശ്രമിക്കുകയും ചെയ്യുന്നു, വയസ്തരിഹൂന അവർ വിശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അർത്ഥം വെച്ച് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള ഫിഅലുകൾ ഇവിടെ പറയുന്നുണ്ട്. അത്തദ്രിബാത്ത് തദക്കർ നീ ഓർക്ക്, ഖറജു, കാനു, സഅലു, റഔ, വസലു ഇതൊക്കെയാണ് ഇവിടെ വന്ന മാലിയായ ഫിഅലുകൾ. കുല്ലുഹ ഇവകളെല്ലാം അഫ്ആലുൻ മാലിയത്തുൻ മാലിയായ ഫിഅലാണ്, ലിൽ ജംഇ ജംഇൻ്റെ രൂപത്തിലുള്ള മാലിയായ ഫിഅലാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആളുകളാണ് അവിടെയൊക്കെ പ്രവൃത്തി ചെയ്യുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്. മാത്രമല്ല ലിൽ ജംഇൽ മുദക്കരി ജംഇ മുദക്കറിനുള്ള മാലിയായ ഫീലാണ്. എന്താ ഈ മുദക്കർ? പുരുഷൻ അല്ലേ. ഇവിടെ ജുനൈദും രണ്ട് സഹോദരങ്ങളും ഒക്കെ ആണുങ്ങളല്ലേ, പുരുഷന്മാരല്ലേ. അപ്പോൾ ഉള്ള രൂപമാണ് ഇവിടെ തന്നത് ഈ ഫീലുകളൊക്കെ. എന്നാൽ സ്ത്രീകളാവുമ്പോൾ അതിൻ്റെ രൂപം മാറും. അത് മുഫ്രദാണെങ്കിലും മുസന്നയാണെങ്കിലും ജം ആണെങ്കിലും ഒക്കെ അതിൻ്റെ രൂപം സ്ത്രീകളാവുമ്പോൾ മാറും. സ്ത്രീകളാവുമ്പോൾ മുഅന്നസ് എന്നാ പറയാം. മുഅന്നസ് ആവുമ്പോൾ മുദക്കറിലുള്ള പോലെ അല്ല. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠം മുതലാണ് പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കില്ല. എന്നാൽ യഅമലൂന, യസ്കൂന, യുസല്ലിമൂന, യസ്തരിഹൂന കുല്ലുഹ ഇവകളെല്ലാം അഫ്ആലുൻ മുലാരിയാത്തുൻ മുലാരിയായ ഫിഅലാണ്, ലിൽ ജംഇൽ മുദക്കരി ജംഉ മുദക്കറിനുള്ള മുലാരിയായ ഫിഅലാണ്. ജംഉ മുദക്കർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ, അപ്പോൾ പല പുരുഷന്മാർ എന്നൊക്കെ പറയാം. അങ്ങനെ ഉള്ളപ്പോഴുള്ള മുലാരിയായ ഫിഅലിൻ്റെ രൂപങ്ങളാണ് ഈ തന്നതൊക്കെ. രണ്ടിൽ കൂടുതൽ പുരുഷന്മാരുള്ള മാലിയായ ഫിഅൽ ആവുമ്പോൾ അതിൻ്റെ രൂപങ്ങളാണ് ആദ്യം തന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഫീൽ എങ്ങനെ നോക്കുക? ഖറജു പുറപ്പെട്ടു മലയ ഫീൽ അല്ലേ. പിന്നെ കാനു അത് ആയിരുന്നു, സഅലു ചോദിച്ചു, റഔ കണ്ടു, വസലു എത്തി. ഇവിടെ വാവ് റെഡ് കളറിലാണ് വേണ്ടത്, അത് തെറ്റിപ്പോയതായിരിക്കും. വസലു എത്തി, എത്തിച്ചേർന്നു. അപ്പോൾ ഇതൊക്കെ മുലാരിയ ഫീലാണ്. ഇവിടെയൊക്കെ രണ്ടിൽ കൂടുതൽ ആളുള്ളതുകൊണ്ട് ഇതാ ഖറജ പുറപ്പെട്ടു, ഖറജു അവർ പല പുരുഷന്മാർ ഒക്കെ പുരുഷന്മാരല്ലേ, ആണുങ്ങളാണ്, പുറപ്പെട്ടു. കാനു അവരായിരുന്നു, സഅലു അവർ ചോദിച്ചു. ഒക്കെ കണ്ടോ അവസാനം വാവുണ്ട്. ഇപ്പം അവിടെ അതിൻ്റെ ശേഷം കൂട്ടി ചെയ്താണ് ഇങ്ങനെ ഹ ഒക്കെ വരികയാണെങ്കിൽ ആ അലിഫ് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഉള്ള അതാണ് ഇവിടെ അലിഫില്ലാത്തത്. പിന്നെ റഔ അവർ കണ്ടു, വസലു അവരെത്തി. എന്നാലും മുലാരിയ ഫീൽ ഏതൊക്കെയാണ്? യംഷൂന, യഅമലൂന, യസ്കൂന, യുസല്ലിമൂന, യസ്തരിഹൂന ഇതൊക്കെയാണ് മുലാരിയ ഫീലുകൾ അല്ലേ. ഇതൊക്കെ നടക്കുന്നു, ജോലി ചെയ്യുന്നു, നനക്കുന്നു, സലാം പറയുന്നു, വിശ്രമിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നർത്ഥമാണ്. അപ്പോൾ മുലാരിയ ഫീലാണ്. എന്നാൽ ഇവിടെ ചെയ്യുന്നതൊക്കെ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലേ. യംഷൂന അവർ നടക്കുന്നു, ജുനൈദും സഹോദരങ്ങളും. അപ്പോൾ യംഷി എന്നത് യംഷൂന എന്നോ വാവും ഫതഹുള്ള നൂനും കൂട്ടും. യംഷൂന അവർ നടക്കുന്നു. ഇവിടെ ജോലിക്കാരില്ലേ, ഉമ്മാൽ അവർ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ യഅമലു ജോലി ചെയ്യുന്നു എന്നത് അവൻ ജോലി ചെയ്യുന്നു എന്നത് യഅമലൂന എന്നായപ്പോൾ അവർ ജോലി ചെയ്യുന്നു എന്നായി. യസ്ഖി നനക്കുന്നു, യസ്കൂന അവർ നനക്കുന്നു. യുസല്ലിമു സലാം പറയുന്നു, യുസല്ലിമൂന അവർ സലാം പറയുന്നു. യസ്തരിഹു വിശ്രമിക്കുന്നു, യസ്തരിഹൂന അവർ വിശ്രമിക്കുന്നു. ഈ രീതിയിൽ എങ്ങനെയാണ് ജം ആവുമ്പോൾ മാറ്റം ഉണ്ടാവണമെന്ന് മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം. നൂസിലു ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം. അൽ അബു അത്വാലിബാനി അൽ മുവല്ലഫൂന അബ് പിതാവ്, അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ, അൽ മുവല്ലഫൂന ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ജംഇൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലായി. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ജംഇ ആയ ഫിഅൽ ഉപയോഗിക്കുക. പുരുഷന്മാരാകുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ പഠിച്ച രൂപം. സ്ത്രീകളാവുമ്പോൾ ഉള്ളതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ഡാഷ് യക്തുബാനി ദർസ. യക്തുബാനി അവർ രണ്ട് പേരും എഴുതുന്നു, അങ്ങനല്ലേ. ഇത് കഴിഞ്ഞ പാഠത്ത് പഠിച്ചതല്ലേ. യക്തുബാനി അവർ രണ്ട് പേരല്ലേ എഴുതുന്നു. അദ്ദർസ പാഠം. യക്തുബു എഴുതുന്നു, യക്തുബാനി. അപ്പോൾ ഇവിടെ എന്താണ് രണ്ട് പേരുള്ളത്? അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. അത്വാലിബാനി യക്തുബാനി ദർസ രണ്ട് വിദ്യാർത്ഥികൾ പാഠം എഴുതുന്നു. ഇനി അടുത്ത് എന്താണ്? ഡാഷ് യഖ്റഉ ഉൽ ജരീദത യഖ്റഉ വായിക്കുന്നു, അൽ ജരീദത പത്രം. യഖ്റഉ എന്ന് പറഞ്ഞാൽ അവൻ വായിക്കുന്നു അല്ലേ, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഏതാണ്? അൽ അബു. അൽ അബു പിതാവ്, യഖ്റഉ ഉൽ ജരീദത പത്രം വായിക്കുന്നു. അടുത്ത ഡാഷ് യർജിഊന മടങ്ങുന്നു, യർജിഊന അപ്പോൾ ജം അല്ലേ, ജമ്മു മുദക്കർ അല്ലേ, കുറേ പുരുഷന്മാർ മടങ്ങുന്നുണ്ട്. അവർ മടങ്ങുന്നു, മിനൽ മസ്നായി ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ എന്താണ്? അൽ മുവല്ലഫൂന ഉദ്യോഗസ്ഥന്മാർ, യർജിഊന മടങ്ങുന്നു, മിനൽ മസ്നായി ഫാക്ടറിയിൽ നിന്ന്.
നുസ്വരിഫു നമുക്ക് സർഫാക്കാം. ഇപ്പോൾ ഫിയലിൻ്റെ 3 രൂപങ്ങൾ മുഫ്രദും മുസന്നയും ജംഉം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് 3 ഉപയോഗിച്ചുകൊണ്ട് സർഫാക്കണം. എങ്ങനെ ഉണ്ടാവുക? ഖറജ അവൻ പുറപ്പെട്ടു, ഖറജ അവർ 2 ആൾ പുറപ്പെട്ടു, ഖറജ അവർ പല പുരുഷന്മാർ പുറപ്പെട്ടു. കാന അവനായി, കാന അവർ 2 പുരുഷന്മാരായി, കാനു അവർ പല പുരുഷന്മാർ ആയി. സഅല അവൻ ചോദിച്ചു, സഅല അവർ 2 പുരുഷന്മാർ ചോദിച്ചു, സഅലു അവർ പല പുരുഷന്മാർ ചോദിച്ചു. സല്ലമ അവൻ സലാം പറഞ്ഞു, സല്ലമ അവർ 2 പുരുഷന്മാർ സലാം പറഞ്ഞു, സല്ലമു അവർ പല പുരുഷന്മാർ സലാം പറഞ്ഞു. ഇവിടെ ആവുമ്പോൾ ഇതിൻ്റെയൊക്കെ മുതാരി ആവുമ്പോൾ യഹ്റുജു അവൻ പുറപ്പെടുന്നു, യഹ്റുജാനി അവർ 2 പുരുഷന്മാർ പുറപ്പെടുന്നു, യഹ്റുജൂന അവർ പല പുരുഷന്മാർ പുറപ്പെടുന്നു. യകൂനു അവനാകും, യകൂനാനി അവർ 2 പുരുഷന്മാരാകും, യകൂനുന അവർ പല പുരുഷന്മാർ ആകും അല്ലെങ്കിൽ ആകുന്നു. യസ് അലു അവൻ ചോദിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കും, യസ് അലാനി അവർ 2 പുരുഷന്മാർ, യസ് അലൂന അവർ പല പുരുഷന്മാർ. യുസല്ലിമു അവൻ സലാം പറയുന്നു, സലാം പറയും. യുസല്ലിമാനി അവർ 2 പുരുഷന്മാർ, യുസല്ലിമുന അവർ പല പുരുഷന്മാർ. നഖ്താറു സ്വഹീഹ വ നക്തുബുഹു നമുക്ക് ശരി തിരഞ്ഞെടുക്കാം, അത് എഴുതുകയും ചെയ്യാം. ഈ കഴിഞ്ഞ തദ്രീബാത്തിൽ ഇവിടേക്ക് അർത്ഥം പഠിക്കാനുള്ളതുണ്ട്, ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കുക. ഇവിടെ അർത്ഥം പഠിക്കാനുള്ളതുണ്ട്, ഒരുപാട് സെൻറ്റൻസ് വരുന്നുണ്ട്. ഹാമിദുൻ ഹാമിദ് ഡാഷ് അദ്ദർസ പാഠം. ഹാമിദ് ഒരാളല്ലേ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കതബ എഴുതി, അതാണ് ഉപയോഗിക്കുക അല്ലേ. ഹാമിദുൻ കതബ ദർസ ഹാമിദ് പാഠം എഴുതി. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ ഡാഷ് ബിദ്ദുവാമത്തി പമ്പരം കൊണ്ട്, 2 ആളാവുമ്പോൾ ലൈബ അവർ 2 പേരും കളിച്ചു, ബിദ്ദുവാമത്തി പമ്പരം കൊണ്ട്. അദ്ദാരിസൂന വിദ്യാർത്ഥികൾ ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. വിദ്യാർത്ഥികൾ അറിയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, കുറേ പുരുഷന്മാരുണ്ട്. ദഹബു അവർ പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അൽ ഉമ്മാലു ജോലിക്കാർ, അതും കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഡാഷ് ഫിൽ മസ്റാഅത്തി യഅമലൂന അവർ ജോലി ചെയ്യുന്നു, ഫിൽ മസ്റാഅത്തി കൃഷിസ്ഥലത്ത്. അമില എന്ന് പറയുമ്പോൾ 2 ആളല്ലേ ഉള്ളൂ, മാദിയാഫിയിൽ. യഅമലൂന കുറേ ആൾക്കാരുള്ള ജം അല്ലേ, മുലാരിയാഫിയിൽ. അവിടെ ജം അല്ലേ വേണ്ടി. അൽ വാലിദാനി മാതാപിതാക്കൾ, അപ്പോൾ ഒന്ന് ഉമ്മയും ഉപ്പയും അല്ലേ. അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇല്ലേ, എന്നാലും മുദക്കർ തന്നെയാണ് ഉപയോഗിക്കുക. അവിടെ സ്ത്രീ മാത്രമാകുമ്പോഴാണ് മുഅന്നസിൻ്റെ രൂപത്തിലേക്ക് പോവുക. നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ മുദക്കറിൻ്റെ രൂപമാണല്ലോ, അതന്നെയാണ് പുരുഷന്മാർ മാത്രമായാലും പുരുഷനും സ്ത്രീയും മിക്സ് ആയാലും ഉപയോഗിക്കുക. അൽ വാലിദാനി മാതാപിതാക്കൾ ഡാഷ് അൽ ഔലാദ മക്കളെ. ഇവിടെ വാലിദാനി പറയുമ്പോൾ 2 ആളല്ലേ. റബ്ബയ അവർ 2 പേരും പരിപാലിച്ചു, അൽ ഔലാദ മക്കളെ. അൽ മുസ്ലിമൂന മുസ്ലിംകൾ ഡാഷ് ഇലൽ മസ്ജിദി. മുസ്ലിംകൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അല്ലേ. യദ്ഹബാനി എന്ന് പറയുമ്പോൾ 2 ആളാണ്, യദ്ഹബൂന ജം ആണ്, കുറേ ആൾക്കാർ. യദ്ഹബൂന അവർ പോകുന്നു, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അൽ മുഅല്ലിമൂന ഉസ്താദുമാർ, അധ്യാപകർ ഡാഷ് അൽ സബ്ബൂറത്തി ബോർഡിന്മേൽ. അധ്യാപകർ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ, അപ്പോൾ എന്താ ജം അല്ലേ, കുറേ ആൾക്കാരാകുമ്പോൾ ജം. കതബു അൽ മുഅല്ലിമൂന കതബു അൽ സബ്ബൂറത്തി അധ്യാപകർ ബോർഡിന്മേൽ എഴുതി. സ്വരിഫ് നീ സർഫാക്ക്. ഇവിടെ ഇങ്ങനെ മാദിയായ ഫിഅലിൻ്റെ മുഫ്രദ് തന്നിട്ടുണ്ട്, അതിൻ്റെ എന്ത് ചെയ്യുക മുസന്ന ജം ഇവിടെ എഴുതുക. പിന്നെ ഇതിൻ്റെ തന്നെ മുലാരിയായ ഫിഅൽ 2 തന്നിട്ടുണ്ട് ഇവിടെ. യഫ്തഹു ഫതഹൻ്റെ മുലാരി തന്നിട്ടുണ്ട്, അമീലൻ്റെ തന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതിലുണ്ട്. അപ്പോൾ അത് ഇവിടെ എഴുതാം, മുലാരിൻ്റെ ആ മുഫ്രദ് അത് ഇവിടെ എഴുതുക. പിന്നെ ഇതിൽ നിന്ന് അതിൻ്റെ മുസന്ന എടുക്കുക, ജം എടുക്കുക. നോക്കുക, ഫതഹ ഫതഹ ഫതഹു, അമില അമില അമിലു, സല്ലമ സല്ലമ സല്ലമു, ഖാല ഖാല ഖാലു, ജാഅ ജാഅ ജാഉ. യഫ്തഹു യഫ്തഹാനി യഫ്തഹൂന, യഅമലു യഅമലാനി യഅമലൂന. സല്ലമ ആവുമ്പോൾ യുസല്ലിമു യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന. ഖാലൻ്റെത് യഖൂലു യഖൂലു യഖൂലാനി യഖൂലൂന. ജാഅൻ്റെത് യജീഉ യജീഉ യജീആനി യജീഊന. ഇതിൻ്റെയൊക്കെ അർത്ഥം എങ്ങനെ ഉണ്ടാവുക? അമില ജോലി ചെയ്തു, അപ്പോൾ 2 പേര് ജോലി ചെയ്തു, കുറേ ആൾക്കാർ ജോലി ചെയ്തു. യാമലു ജോലി ചെയ്യുന്നു, ജോലി ചെയ്യും. അപ്പോൾ ഇവിടെ യാമലാനി 2 പേര് ജോലി ചെയ്യുന്നു, യാമലൂന അവർ പല പുരുഷന്മാർ ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ അവൻ, ഇവിടെ അവർ 2 പുരുഷന്മാർ, ഇവിടെ അവർ പല പുരുഷന്മാർ, ഇവിടെ അതേപോലെ തന്നെ അവൻ അവർ 2 പുരുഷന്മാർ അവർ പല പുരുഷന്മാർ എന്നർത്ഥം മാറും അല്ലേ. ഇവിടേക്ക് ഈ 3ലും മാദി ആയതുകൊണ്ട് ചെയ്തു എന്ന അർത്ഥവും, ഇവിടെ ഈ 3ലും എന്താണ് ചെയ്യുന്നു ചെയ്യും ഈ അർത്ഥമാണ് ഉണ്ടാവുക അല്ലേ. ഫതഹ തുറന്നു, യഫ്തഹു തുറക്കുന്നു തുറക്കും. അതുപോലെ ബാക്കിയുള്ള അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചതാണ്. സല്ലമ സലാം പറഞ്ഞു, ഖാല പറഞ്ഞു, ജാഅ വന്നു. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. പ്രധാനമായിട്ട് ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ. ഒന്നാമത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ജമാഅത്ത്, അത് ജുമുഅയാണ്. പിന്നെ ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ പഠിക്കാൻ, അത് പൂരിപ്പിക്കാൻ വരും. അതുപോലെ യാബാന അയ്യുൽ ജമാഅത്തി അഫ്ലലു എന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ യാബിനായി അഫ്ലലുൽ ജമാഅത്തി അൽ ജുമുഅത്തു അല്ലേ എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലൊക്കെ എങ്ങനെയും ചോദിക്കാൻ പറ്റും. അപ്പോൾ പാഠം മുഴുവൻ നമ്മൾ അർത്ഥം വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അതുപോലെ തന്നെ ഏത് ഭാഗം അർത്ഥം തന്നിട്ട് അറബി എഴുതാൻ പറഞ്ഞാലും, അറബി തന്നിട്ട് അർത്ഥം എഴുതാൻ പറഞ്ഞാലും, അതുപോലെ പൂരിപ്പിക്കാൻ വന്നാലും നമുക്ക് എഴുതാൻ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ളത്
മുഫ്രദ് തന്നിട്ട് മുസന്ന ജം എഴുതാൻ തരും. മാലിയായ ഫീൽ തന്നിട്ട് മുലാരി എഴുതാൻ പറയും. ചിലപ്പോൾ മുലാരി ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ മാലി എഴുതേണ്ടി വരും. അതുപോലെ പൂരിപ്പിക്കാനുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇവിടെ മുഫ്രദ് ഉണ്ട്, ഇതിന് മുസന്ന ജം ഒക്കെ നമ്മൾ എഴുതണം. ചിലപ്പോൾ മുസന്ന ആയിരിക്കും ഉണ്ടാവുക, മുഫ്രദ് ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടാൽ ഇതിനെ മുഫ്രദ് എഴുതാൻ കഴിയണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച എല്ലാ ഫിയലിൻ്റെയും മുഫ്രദും മുസന്നയും ജംഉം നമ്മൾ മാലിയിലുള്ളതും മുലാരിയിലുള്ളതും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ചൊല്ലി പഠിക്കുക, സൊറഫാക്കി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മാലിയായ ഫീലും മുലാരിയായ ഫീലും എന്താണെന്നും മാലിയായ ഫീലിലെ മുഫ്രദ് മുസന്ന ജം അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങളെന്നും മുലാരിയായ ഫീലിലെ മുഫ്രദ് മുസന്ന ജം ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒക്കെ റെഡിയല്ലേ, സെറ്റല്ലേ? എന്നാൽ എന്ത് ചെയ്യുക, സെറ്റാണെങ്കിൽ തംസപ്പ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.